ചേട്ടാ ആ ഫോൺ ഒന്ന് തരാമോ? മോന് ഫോൺ വേണോ? എന്നാ കേട്ടോ, തരില്ല. ഫോൺ തരാൻ സൗകര്യപ്പെടുന്നില്ല. പ്ലീസ് ചേട്ടാ, ഇപ്പൊ തരാം ചേട്ടാ. ഒരു 5 മിനിറ്റ് ഇങ്ങോട്ടും തരാമോ പ്ലീസ് ചേട്ടാ? ഞാൻ ഫോൺ തരത്തിൽ നിന്നോട് പറഞ്ഞതല്ലേ. അപ്പുറത്തെങ്ങനെ പോടാ പീക്കിരി ചെറുക്ക. പീക്കിരി ചെറുക്കനെന്നോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ ചേട്ടാ. ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനം ഇങ്ങനെ തന്നിട്ട് പോടാ പീക്കിരി ചെറുക്ക. നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അയ്യയ്യേ, എനിക്കൊന്നും കാണണ്ടായേ എന്റെ ദൈവമേ. അമ്മേ അമ്മേ ഒന്ന് എഴുന്നേറ്റേ. അമ്മേ അമ്മേ, എന്റെ ഫോൺ കണ്ടോ? അമ്മോ അമ്മേ. ചെറുക്ക ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ലയോ? എന്തൊരു ശല്യമാണെന്ന് പറയത്. അമ്മ എന്റെ ഫോൺ കണ്ടോ? ഞാൻ എല്ലായിടത്തും നോക്കി, എന്റെ ഫോൺ കാണുന്നില്ല. അയ്യോടാ, ഫോണാണോ? ഞാൻ കണ്ടായിരുന്നു അങ്ങോട്ടൊരു തോർത്തും എടുത്ത് കുളിക്കാൻ പോകുന്നത്. നിന്റെ ഫോൺ എന്റെ മടിയിലാണ് വെച്ചേക്കുന്നത്. പോയി അടങ്ങാണ് നോക്ക് ചെറുക്ക. എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതിനെ കൊണ്ട്. അമ്മ എല്ലായിടവും നോക്കി, ഫോൺ കാണുന്നില്ല. അമ്മ ഒന്ന് നോക്കമ്മേ, കഷ്ടമുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യാനുള്ളതാ. ചെറുക്ക, നീ അവിടെങ്ങാനും പോയെന്ന് നോക്ക്. നിന്റെ ഫോൺ അവിടെ എവിടെയെങ്കിലും കാണും. എനിക്ക് എന്തിനാ നിന്റെ ഈ മാങ്ങാത്തലയും ഫോണ്? നീ ഒന്ന് ചെന്നേ. മനുഷ്യൻ കുറച്ചു നേരം എവിടെയെങ്കിലും ഒന്ന് കിടന്നോട്ടെ. ഒരിടത്ത് കിടക്കാൻ സമ്മതിക്കത്തില്ല. ഒരു ദിവസം അവധി ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് വന്നേക്കുക. അമ്മയല്ല കമ്മ. എന്തൊരു ശല്യമാണെന്ന് പറയില്ല ഈശ്വര. എനിക്ക് മാത്രമേ ഉള്ളല്ലോ ഇങ്ങനത്തെ കുറെ പിള്ളേര്. എന്നോട് ഫോണെങ്ങാണ് അപ്പു ചോദിച്ചായിരുന്നു. നിന്റെ സ്വഭാവം വെച്ച് നീ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞും കാണും. അവൻ ആ ഫോൺ എടുത്ത് വല്ല ക്ലോസറ്റിൽ വിട്ട് കാണും. നീ ചെന്ന് നോക്ക്. എളുപ്പം ചെന്നാൽ ഫോണിന് ജീവനോടെങ്കിലും കിട്ടും. പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. അയ്യോ അമ്മ, അവൻ എന്നോട് ഫോൺ ചോദിച്ചായിരുന്നു രാവിലെ. ഞാനന്നേരം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഞാൻ കുറച്ച് കളിയാക്കുകയും ചെയ്തു. ഈശ്വര, എൻ്റെ ഫോണ്. നിന്റെ ഫോണിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നു. എളുപ്പം ചെന്നാൽ ഇപ്പൊ കിട്ടും നിനക്ക് ഫോണ്. അവനെ ഉണ്ടല്ലോ ഞാൻ. അവനെങ്ങാണ് എൻ്റെ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ കൊല്ലുവിന്നു. എൻ്റെ ഫോണിന് ഒരു കുഴപ്പവും പറ്റി കാണല്ലേ ഭഗവാനേ. ദൈവമേ, ആ ഫോൺ അവൻ എന്ത് ചെയ്തോ ആവോ. ഇനി ഇന്ന് എന്തെല്ലാം ഇവിടെ നടക്കുമെന്നറിയാവോ? ഈശ്വര കാത്തോണേ. അവൻ ആ ഫോൺ മിക്കവാറും ക്ലോസറ്റിൽ ഇട്ട് കാണും. എനിക്കത് ഓർത്തിട്ട് ചിരിക്കാൻ വയ്യ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഞാൻ എന്തൊരു തള്ളയായത്. ഇന്നിവിടെ കൊലപാതകം നടക്കും. ചെറുക്കൻ അവിടെ കാണാൻ വിട്ടു കഴിഞ്ഞ. ഈശ്വര, ഞാൻ എളുപ്പം അങ്ങോട്ട് ചെല്ലട്ടെ. അല്ലെങ്കിൽ രണ്ടിലൊന്നേ കാണും. ഫോൺ ചോദിച്ചിട്ട് അവൻ ഫോൺ തന്നില്ല. ഇനി ഈ ഫോണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. എനിക്ക് തരാത്ത ഫോണൊന്നും ഇനി ഇവിടെ വേണ്ട. ആഹാ, ഫോൺ ഡാടാ മര്യാദക്ക്. ചെറുക്ക, കൂടുതൽ കളിക്കാറുണ്ടല്ലോ. ഈ ഫോൺ ഞാൻ തീക്കാത്തിടും. എന്നിട്ട് പോടാ അവിടെ. നിനക്ക് തരാൻ സൗകര്യമില്ല. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ഇത് വാങ്ങിച്ച് കാണിക്കും. ചേട്ടൻ്റെ പൊന്നല്ലേ, ചേട്ടൻ വെറുതെ പറഞ്ഞതല്ലേ. നിനക്ക് എത്ര നേരം വേണമെങ്കിലും ഞാൻ ഫോൺ കളിക്കാൻ തരാം. ഇപ്പം നീ ആ ഫോൺ ഇങ്ങോട്ട് താ, എനിക്ക് അത്യാവശ്യ കാര്യമുണ്ട്. നീ അബദ്ധമൊന്നും കാണിക്കല്ലേ, ചേട്ടൻ്റെ പൊന്നല്ലേ. ഒരു പൊന്നുമല്ല പവിഴവുമല്ല. നിന്നോട് ഫോൺ ചോദിച്ചപ്പോൾ നിനക്ക് ഭയങ്കര ജാടയല്ലായിരുന്നു. ഇപ്പൊ കാണിച്ചു തരാം നിന്റെ ഫോൺ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അവിടെ നിൽക്കാനാ പറഞ്ഞത്. എടാ അപ്പു, അവിടെ നിൽക്കടാ. മര്യാദക്ക് എൻ്റെ ഫോൺ തരാൻ. നിന്നെ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. എന്നെ നിന്റെ കൈ കിട്ടിയാലല്ലേ ഉള്ളൂ. നീ എളുപ്പം ഓടി വാ. ഇന്ന് നിന്റെ ഫോൺ ഞാൻ ക്ലോസറ്റിൽ ഇടുവിടാ. മോനെ വേണ്ട, നിനക്ക് ഞാൻ നീ പറയുന്ന എന്തും ഞാൻ വാങ്ങിത്തരാം. എൻ്റെ പൊന്നല്ലേ അപ്പു. വേണ്ട, ഇടല്ലേ അപ്പു പ്ലീസ്. ഇട്ട് കഴിഞ്ഞു. ദേ പോകുന്നു നിന്റെ ഫോൺ. എൻ്റെ ഫോണ് നീ എന്ത് പണിയാ കാണിച്ച? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മേ ഒന്ന് ഓടി വാ അമ്മേ ഇങ്ങോട്ട്. ഇവൻ ചെയ്തത് കണ്ടോ അമ്മേ? ഒരമ്മയും വരട്ടില്ല. അമ്മ വന്നാൽ എന്നെ ഒന്നും ചെയ്യാനും പോകുന്നില്ല. നിന്റെ അഹങ്കാരത്തിന് നിനക്ക് കിട്ടിയ ഫലമാത്. ഫോൺ ചോദിച്ചപ്പോൾ നിനക്ക് തരാൻ വലിയ ജാടയല്ലായിരുന്നു. എന്തു പാടാ ചെറുക്ക, എന്തിനാ കിടന്ന് കാറ് കൂവുന്നത്? അമ്മേ, ഇവൻ എൻ്റെ ഫോൺ ക്ലോസറ്റിലിട്ടു അമ്മേ. അപ്പു, നീ എന്താ കാണിച്ചെന്നറിയാവോ? നിനക്ക് പൈസയുടെ വില അറിയാവോ? നീ എന്നെ തോന്നിവാസമാ കാണിച്ചത്. ഫോൺ എന്തിനാണ് നീ എടുത്ത് ക്ലോസറ്റിലിട്ടത്? നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ട്. പ്രായത്തിന് കുഞ്ഞല്ലേന്ന് കരുതുമ്പോ തല കയറുന്നോടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഇനി വാ, മര്യാദയ്ക്ക് ഇവിടെ വരാനാ പറഞ്ഞത്. ഇവിടെ വാടാ. ഞാൻ പെട്ടെന്ന് ഓർക്കാതെ മര്യാദയ്ക്ക് വാടാ, എന്റെ അടുത്തേക്ക് വാടാ. അല്ലെങ്കിൽ നിന്നെ ശരിയാക്കും. നിന്നോടാ പറഞ്ഞത് വരാനും. ഇങ്ങോട്ട് വാടാ.
അയ്യോ അമ്മ അമ്മ പ്ലീസ് അമ്മ എന്നെ ഒന്നും ചെയ്യല്ലേ അമ്മ 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 പ്ലീസ് പ്ലീസ്. എൻ്റെ അച്ഛനെങ്കിൽ വരട്ടെ, നിനക്ക് നല്ല 4 അടിയുടെ കുറവുണ്ട്, നിനക്ക് ഞാൻ വാങ്ങിച്ചു തരുന്നുണ്ടാടി. ഇന്ന് ഈ ദിവസം മൊത്തം നീ ഇതിനകത്ത് തന്നെ ഇരുന്നു. ഇതിനങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയാൽ ഈ ദിവസം മൊത്തം നീ ബാത്റൂമിൽ തന്നെ കുത്തിയിരുന്നോണം. ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങിയാൽ നിനക്ക് അടി കിട്ടും. പറഞ്ഞു കേട്ടല്ലോടാ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം നമുക്ക്.